സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിഗ്രി ഓഫ് കമ്പാരിസനെ പറ്റിയാണ്. എന്താണ് ഈ ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മൾ താരതമ്യം ചെയ്യും. എന്താണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട് താരതമ്യം ചെയ്യരുത് എന്ന്. എങ്കിലും ഇംഗ്ലീഷിലുള്ള താരതമ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ ഒത്തുനോക്കുക എന്നൊക്കെ പറയും. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേരാണ് ബെനിൻ. അപ്പോൾ ബെനിൻ പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ബെനിനെ പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു ബെനിൻ പൊക്കമുള്ള ആളാണ്. എൻ്റെ മറ്റൊരു സുഹൃത്താണ് മനോജ്. അപ്പോൾ മനോജ് ബെനിനേക്കാളും പൊക്കമുള്ള ആളാണ്. അപ്പോഴേ ഞാൻ എന്ത് ചെയ്തു? ഇവരെ തമ്മിൽ കമ്പയർ ചെയ്തു. ആദ്യം ഞാൻ പറഞ്ഞു ബെൻ പൊക്കമുള്ള ആളാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു മനോജ് ബെന്നിനേക്കാളും പൊക്കമുള്ള ആളാണ്. ഇനി എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ പേരാണ് സിറാജ്. സിറാജാണ് എൻ്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും പൊക്കമുള്ള ആൾ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, സിറാജാണ് എൻ്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും പൊക്കമുള്ള ആൾ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. നമുക്ക് തീർച്ചയായിട്ടും വിശദമായിട്ട് നോക്കാവുന്നതാണ്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പോസിറ്റീവ് എന്നുള്ളതാണ്. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെ, ബെനിൻ പൊക്കമുള്ള ആളാണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരാളെ പറ്റി മാത്രമാണ്, അവിടെ മറ്റാരും വന്നിട്ടില്ല, ബെനിൻ മാത്രമേ ഉള്ളൂ. അപ്പോഴതിനാണ് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി രണ്ടാളുകളെ തമ്മിൽ കമ്പയർ ചെയ്തു. ഞാൻ പറഞ്ഞു മനോജ് ബെനിനേക്കാളും പൊക്കമുള്ള ആളാണ്. അപ്പോഴതെന്തായി? രണ്ടുപേരായി, കമ്പാരിസണായി. അതിനാണ് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്. ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും പൊക്കമുള്ളയാൾ സിറാജാണ്. ഇതിനാണ് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെ നമുക്ക് ഇംഗ്ലീഷിലൊന്ന് നോക്കാം. ടോൾ, ടോളർ, ടോളസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ ഇങ്ങനെ ഡിഗ്രി ഓഫ് കമ്പാരിസണിലുള്ള ഒരുപാട് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ബെനിൻ ഈസ് ടോൾ എന്ന് പറഞ്ഞാൽ ബെനിൻ പൊക്കമുള്ള ആളാണ്. ഇനി രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് മനോജ് ഈസ് ടോളർ ദാൻ ബെനിൻ എന്നാണ്. ഇനി അവസാനം ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിറാജ് ഈസ് ദ ടോളസ്റ്റ് എമോങ് ഓൾ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ആ ദായും അല്ലെങ്കിൽ ഞാനവിടെ വെള്ള അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതാണ് എന്ത്? ഈ ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അതിൻ്റെ കൂടെ വരുന്നതാണ് ഈസ് വരും, അതുപോലെ തന്നെ ദാൻ വരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ അവിടെ പറഞ്ഞിരിക്കുന്നതാണ് മനോജ് ഈസ് ടോളർ ദാൻ. പിന്നെ അവസാനത്തെ നിങ്ങൾ നോക്കുക, ഈസ് ദ ടോളസ്റ്റ്. അപ്പോൾ ഇതാ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലറായിട്ട് നമ്മൾ പറയാണ് അതിൽ ഏറ്റവും വലുത് എന്നുള്ളത്. ദ ടോളസ്റ്റ് എമോങ് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും എന്നാണ് അതിൻ്റെ അർത്ഥം. എമോങ് ഓൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരിലും എന്നുള്ളതാണ്. എമോങ് ഓൾ മൈ ഫ്രണ്ട്സ്. ഇപ്പോൾ നിങ്ങൾ ആ കമ്പയർ ചെയ്യുന്ന ആ എന്ത് വാക്കാണോ അല്ലെങ്കിൽ സാഹചര്യമാണോ അതനുസരിച്ച് എമോങ് ഓൾ ഫ്രണ്ട്സ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ഉദാഹരണം പറയുകയാണ്, റഷ്യ ഈസ് ദ ലാർജസ്റ്റ് എമോങ് ഓൾ കൺട്രീസ്. ഏറ്റവും വലുത് റഷ്യയാണ് എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾ ഫ്രണ്ട്സ് മാറിപ്പോയി. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ബെനിൻ ഈസ് ടോൾ എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു സംശയം, ഈ ആം എവിടെ ഉപയോഗിക്കാം, ആർ എവിടെ ഉപയോഗിക്കാം, ഈ ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഐ ആം ടോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പൊക്കമുള്ള ആളാണെന്ന് ഞാൻ നിങ്ങളോടങ്ങ് പറയുകയാണെന്ന് ധരിക്കുക. ഞാൻ വലിയ പൊക്കമുള്ള ആളൊന്നും അല്ല, എങ്കിലും ഞാൻ പറയാം. അപ്പോൾ അവിടെ ഐയുടെ കൂടെ ആമാണ് ഉപയോഗിക്കുന്നത്. ഇനി വളരെ ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗുലറിൻ്റെ എല്ലാം കൂടെ എന്താണ് ഉപയോഗിക്കുന്നത്? ഈസാണ് ഉപയോഗിക്കുന്നത്.
പ്ലൂറലിൻ്റെ എല്ലാം കൂടെ എന്താണ് ഉപയോഗിക്കുന്നത്? ആറാണ് ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഐയുടെ കൂടെ മാത്രം ആം ഉപയോഗിക്കും. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ആ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുകയാണ്. ഞാൻ പറയാണ് ഞാൻ ബെന്നിനേക്കാളും പൊക്കമുള്ള ആളാണെന്നൊരു ഉദാഹരണത്തിന് ഒരു കള്ളം അങ്ങ് പറയുകയാണ്. എങ്കിൽ എങ്ങനെ പറയാം? ഐ ആം ടോളർ ദാൻ ബെനിൻ. ഐ കൂടെ ആമാണ്. ഓക്കെ, ഇനിയിപ്പോഴും ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ പറയാണ് ഞങ്ങൾ ബെന്നിനേക്കാളും പൊക്കമുള്ളവരാണ്. വി ആർ. വീയുടെ കൂടെ എന്തോന്നു? ആറ്. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. നമ്മൾ ഈ സാമാരൊക്കെ നമ്മൾ പഠിച്ചാണ്, പഠിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. ആ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് 1 മുതലുള്ള എല്ലാ ചാപ്റ്ററുകളും ക്രമത്തിൽ, അതായത് 1ാമത്തെ ചാപ്റ്റർ, അതിന് ശേഷം 2ാമത്തെ ചാപ്റ്റർ, അങ്ങനെ ക്രമത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ചാപ്റ്ററുകൾ 100ന് മുകളിലൊക്കെ പോയി, 127, 128 ചാപ്റ്റർ നമ്മൾ പഠിച്ചു, 127 ചാപ്റ്റേഴ്സ്. അപ്പോൾ അത് എല്ലാ ചാപ്റ്ററുകളും ക്രമത്തിൽ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് നോക്കുക. ഇനി നമുക്ക് കൂടുതൽ വാക്കുകൾ നോക്കാം ഇതിനകത്ത്, ഡിഗ്രി ഓഫ് കമ്പാരിസൻ്റെ അകത്ത്. എപ്പോഴും ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുഡ്, അതിൻ്റെ കമ്പാരേറ്റീവാണ് ബെറ്റർ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ബെസ്റ്റ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയണേ, ബ്രെഡ് ഈസ് ഗുഡ്, ബ്രെഡ് നല്ലതാണ്. ഇനി ഞാൻ പറയാണ് ബൺ ഈസ് ബെറ്റർ ദാൻ ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബണ്ണ് എന്തിനേക്കാളും നല്ലതാണ്? ബ്രെഡിനേക്കാളും നല്ലതാണ്. ഇനിയിപ്പോഴും നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഏതാണ്? കേക്കാണ്, അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം? കേക്ക് ഈസ് ദ ബെസ്റ്റ് എമോങ് ഓൾ ബേക്കറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബേക്കറി പ്രോഡക്ട്സിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേക്കാണ്. എന്നാൽ ഞാനൊരു ചെറിയൊരു ഉദാഹരണം, അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ മറ്റൊന്നാണ് റിച്ച്, റിച്ചർ, റിച്ചസ്റ്റ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ്, ഇപ്പോൾ സിറാജ് ഈസ് റിച്ച്. അപ്പോൾ ഞാൻ മറ്റൊരു സുഹൃത്തിൻ്റെ കാര്യം പറയണം, അരുൺ ഈസ് റിച്ചർ ദാൻ സിറാജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ റിച്ചാണ്. ഇനി ഞാൻ പറയാണ് രാഹുൽ ഈസ് ദ റിച്ചസ്റ്റ് എമോങ് ഓൾ മൈ ഫ്രണ്ട്സ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ മറ്റൊന്നാണ് ബാഡ്, വേഴ്സ് ആൻഡ് വേഴ്സ്റ്റ്. നെക്സ്റ്റ് റിച്ച് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കുക, എനിക്കിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇനിയിപ്പോൾ മറ്റൊന്ന് ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഷോർട്ടർ എന്ന് പറഞ്ഞാൽ അതിലും ചെറുത്, ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത്. അപ്പോൾ ഇതാണ് ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്. ഫാറ്റ്, ഫാറ്റർ, ഫാറ്റസ്റ്റ്. ഹോട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്. ബിഗ്, ബിഗർ, ബിഗസ്റ്റ്. തിൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞതെന്നുള്ളൊരർത്ഥം, അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞത്, വീതി കുറഞ്ഞത് എന്നൊക്കെയുള്ള നമുക്ക് പറയാം. മെലിഞ്ഞതിന് നമ്മൾ തിന്നെന്നാണ് പറയുന്നത്. തിൻ, തിന്നർ, തിന്നസ്റ്റ്. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. പ്രെറ്റി, പ്രെറ്റിയർ, പ്രെറ്റിയസ്റ്റ്. പ്രെറ്റി എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ളതാണ്. ഇപ്പോഴേ കണ്ടാൽ നല്ലതിനൊക്കെ നമുക്ക് പ്രെറ്റി എന്ന് നമുക്ക് പറയാം. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മാത്രമൊന്നുമല്ല, ഒരുപാടുണ്ട്. അപ്പോഴേ നിങ്ങൾക്കിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏറ്റവും അത്യാവശ്യമുള്ളത്. നമ്മൾ ഒരുപാട് പഠിക്കുന്നതിലല്ല കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പഠിക്കുന്നതിലാണ്. നമുക്ക് സിമ്പിളാണ്, ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി വേർഡ്സ് നോക്കാം. പക്ഷേ ഇതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇതെന്താണ്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പോസിറ്റീവിന് നമ്മൾ ഓണസ്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ കമ്പാരിറ്റീവ് വന്നപ്പോൾ മോർ ഓണസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ഹോണസ്റ്റ് അല്ല, ഓയാണ്. അവിടെ ഓയിലാണ് പറയാൻ തുടങ്ങുന്നത്, എച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? മോർ ഓണസ്റ്റ്. സൂപ്പർലേറ്റീവ് എന്താണ്? മോസ്റ്റ് ഓണസ്റ്റ്. ഇനി ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ചിലവുള്ള, അല്ലെങ്കിൽ വില കൂടുതലുള്ള. എക്സ്പെൻസീവ് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പൈസ ചിലവഴിക്കേണ്ടതിനൊക്കെ നമുക്ക് എക്സ്പെൻസീവ് എന്ന് പറയാം. എക്സ്പെൻസീവ്, മോർ എക്സ്പെൻസീവ്, മോസ്റ്റ് എക്സ്പെൻസീവ്. ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്കറിയാം, നമുക്ക് പറയുന്ന, നമ്മൾ മലയാളത്തിലും അത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ഇനി അട്രാക്റ്റീവ്, മോർ അട്രാക്റ്റീവ്, മോസ്റ്റ് അട്രാക്റ്റീവ്. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാലൊക്കെ നല്ലതായിട്ടുള്ളതിന് നമുക്ക് അട്രാക്റ്റീവ് എന്ന് പറയാം.
ഇനിയിപ്പോൾ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല ഊർജ്ജസ്വലത നോക്കും. മോർ ആക്റ്റീവ്, മോസ്റ്റ് ആക്റ്റീവ്. ഇനി ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ വാക്കുകൾക്കൊക്കെ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്ന ഈ വാക്കുകളൊക്കെ അതിൻ്റെ മെജോറിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരർത്ഥത്തെ പറ്റിയാണ്. മറ്റു ചില അർത്ഥങ്ങളൊക്കെ അതിന് കാണും, പക്ഷേ നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അർത്ഥങ്ങളിലേക്കൊന്നും പോയി നിങ്ങളെ കൺഫ്യൂഷനിലാക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതിന് കാരണം എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. രാഹുൽ ഈസ് ഓണസ്റ്റ്. രാഹുൽ സത്യസന്ധനാണ്. ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ എന്നാണ്. അപ്പോൾ അരുൺ ഈസ് മോർ ഓണസ്റ്റ് ദാൻ രാഹുൽ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, അരുണാണ് ഇച്ചിരി കൂടെ സത്യസന്ധൻ എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, റെക്സ് ഈസ് ദ മോസ്റ്റ് ഓണസ്റ്റ് എമോങ് ഓൾ. എല്ലാവരിലും ഏറ്റവും സത്യസന്ധമെന്ന് റെക്സ് ആണ്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. സത്യത്തിൽ ഇവരെല്ലാവരും വളരെ സത്യസന്ധരാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.